അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ,
ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാ സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈ പാഷൻ നെറേറ്റീവ്സ് ഇല്ലേ, പീഡാനുഭവ പ്രവചനങ്ങൾ, ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ഈശോ വധിക്കപ്പെടും എന്ന് പറയുമ്പോൾ തന്നെ അവർ ഷോക്കായി. പിന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർക്ക് അത്ര ബോധമല്ല, പക്ഷെ അത് നിഗൂഢമായിട്ട് അവിടെ ഇരിക്കുക. അതുകൊണ്ട് അവർക്ക് ബോധമല്ലെങ്കിലും അവരെ ലളിതമാക്കി ഈശോ അത് കൊടുക്കണില്ല. ആ വചനം കഠിനമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അതാണ് ലൂക്കാ 45. അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ പീഡാനുഭവ പ്രവചനം മനസ്സിലായില്ല. അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ആ നിഗൂഢ വചനമാണത്. ഇപ്പൊ നിഗൂഢ വചനങ്ങളുണ്ട്. അതിനുശേഷം ഇപ്പൊ നിഗൂഢ വചനങ്ങള് കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ചുള്ള വചനങ്ങൾ ഈ ഒക്കൾട്ടായിട്ട് മാറണത്. ഈ ഒക്കൾട്ടായിട്ട് വരുന്ന ഗൂഢവചനങ്ങളെയാണ് ശരിക്കും താബോർ ആ മുദ്രവെച്ച വചനത്തിൻ്റെ സീല് പൊട്ടിക്കണത്. അതാണ് മോശയെ കാണിക്കുന്നുണ്ട്, താബോറിൽ ഏലിയയെ കാണിക്കുന്നുണ്ട്. ഉയർപ്പ് എന്താണെന്ന് മനസ്സിലാവും. ഏലിയ 700 കൊല്ലം മുമ്പും മോശ 1200 കൊല്ലം മുമ്പും എടുക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ് കർത്താവിൻ്റെ കൂടെ. ഈ കാഴ്ച പറയണത് പിന്നെ താഴേക്ക് വരുമ്പോൾ പറയും, ഇതുപോലെ ഞാനും ഉയർക്കും. പറഞ്ഞു, ഇതുപോലെ ഞാനും ഉയർക്കും, പക്ഷെ ഞാൻ ഉയർക്കണവരെ കണ്ട കാഴ്ച ആരോടും പറയരുത്. ഇത് മനോഹരമാണെന്ന ബൈബിള്. മർക്കോസ് 9:9. അവർ കണ്ട കാര്യങ്ങൾ മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നത് വരെ ആരോടും പറയരുതെന്ന് മലയിൽ നിന്നിറങ്ങിപ്പോരുമ്പോൾ അവൻ അവരോട് കൽപ്പിച്ചു. ഇപ്പം ഇവിടെ മനസ്സിൽ സംശയം ഉണ്ടായില്ല ഉയർത്തുന്നേപ്പം എന്താണ്. പക്ഷെ അത് നിഗൂഢ വചനമല്ലേ. ഇത് ശരിക്കും ഗൂഢമായിട്ട് തന്നെ പോവുകയാണ്. കാര്യം മരിച്ചതെന്ന് ഉയർക്കുക എന്താണെന്ന് ഈ മോസസിനെ കണ്ടിട്ടും ഏലിയാവിനെ കണ്ടിട്ടും ഈ കക്ഷികൾക്ക് മനസ്സിലായില്ല. അതാണ് താബോറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ കാഴ്ച, ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ആരോടും പറയരുതെന്ന് ഈശോ പറയുമ്പോഴും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഈ വചനം ഗൂഢമായിട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് അവരുടെ സംശയത്തിന് വരണത്. എന്താണ് അവർ പറയണത്? 9:10. താബോറിൽ നിന്ന് ഇറങ്ങി കർത്താവ് പറഞ്ഞു, ഈ കാഴ്ച നിങ്ങൾ മാത്രം കണ്ടതാണ്, ഇത് ആരോടും പറയരുത്, ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ എന്ന് പറഞ്ഞപ്പോഴേ ഈ മോസസിനെ ഏലിയാവിനെ അവരെ കണ്ടില്ലേ ഉയർത്തി നിന്നിട്ട് ആൾക്കാരാ. എന്നിട്ട് പോലും മനസ്സിലായില്ല. കാര്യം എന്താണ്? അത് നിഗൂഢ വചനമാണ്. അതാണ് പറയണത്. 9:45 പറയണില്ലേ, ആ വചനം ഗൂഢമായിരുന്നു എന്ന്. ഇപ്പം എന്താ പറയണത്? 9:10 എന്താ പറയണത്? മരിച്ചവരിൽ നിന്ന് ഉയർക്കുക എന്നത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഈ വചനം രഹസ്യമായി സൂക്ഷിച്ചു. ഇതാണ് വിഷയം. ഇത് ഈശോയുടെ മനസ്സിനെ വളരെ തളർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മാനസിക അന്തരീക്ഷം വളരെ വല്ലാത്തതാണ്. ഈ 3 പേരെയും, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും കർത്താവിനെ ഉയർത്തുന്നതിന് പകരം അതിൻ്റെ ഡമ്മി ആയിട്ട് ഡെമോ കാണിച്ചു. ആര്? ഏലിയാവിനെയും കാണിച്ചു. ഉയർത്തുന്നത് ഏലിയാവിനെയും മോസസിനെയും കാണിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ ഞാൻ ഉയർത്തി നിൽക്കും, പക്ഷെ ഞാൻ ഉയർത്തി നിൽക്കുന്നവരെ ഈ കണ്ട കാഴ്ച പറയരുത്. അപ്പോഴും ഈ ഇവരെന്താ പറയണത്? ഉയർത്തി നിൽക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചത്. ഇതല്ല ഉയർത്തി നിൽപ്പെന്ന് പറയണത്. അത് മനസ്സിലാക്കാൻ അത് മറയപ്പെടുകയാണ് ഇവർക്ക്. അത് അവരുടെ പരാധീനത തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്താ കാണിച്ചാൽ താഴെ വരുമ്പോൾ ഈ അപസ്മാര രോഗി, അതിന് വേറെ ഒരു പരാജയവും തോൽവി ഇരിപ്പുണ്ട്. അപസ്മാര രോഗിനെ ചികിത്സിച്ചും പ്രാർത്ഥിച്ചും പരാജയപ്പെട്ട് നിൽക്കുന്ന 9 ശിഷ്യന്മാർ വേറെ. ഏലിയാവിനെയും മോസസിനെയും കണ്ടിട്ടും ഉയർത്തുന്നേപ്പ് എന്താണെന്ന് മനസ്സിലാകാത്ത 3 ശിഷ്യന്മാർ തൻ്റെ കൂട്ടത്തിൽ. ഈ 12 പേരും കൂടി എപ്പോഴും കർത്താവ് എന്താ പറഞ്ഞത്? ഇത്ര കാലം
ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. കാര്യം തന്നെ ഈ രണ്ട് കക്ഷികൾക്കുള്ള പ്രശ്നം എന്താണ്? ഇവരാരും വിശ്വസിക്കണില്ല. അതാണ് ഈശോ ചോദിക്കുന്നത്. ആ അവസ്മാ രോഗി വന്ന് അപ്പം വന്ന് പറയരുത്, നിനക്ക് വല്ലതും സാധിക്കുമെങ്കിൽ എൻ്റെ മകനെ സുഖപ്പെടുത്തി ഞങ്ങളെ സഹായിക്കാൻ പറയും. അപ്പം കർത്താവ് നിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു, പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറയാണ്. അപ്പം കർത്താവ് ചോദിക്കും, എത്ര കാലം ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും? മത്തായി 17:17 യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വിശ്വാസമില്ലാത്ത ഈ 9 പേര് മാത്രമല്ലേ, താബോറിൽ നിന്നിറങ്ങിയ ആ കക്ഷികൾക്കും വിശ്വാസക്കുറവുണ്ട്. എന്താണ്? ഇതുപോലെ മോശത്തിനും ഏരിയാനും പോലെ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞപ്പോഴും, എൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞിട്ട് ഈ ദൃശ്യം പറയാമെന്ന് പറഞ്ഞപ്പോഴും അവരപ്പോഴും ചിന്തിക്കുകയാണ്, എന്താണ് ഉയർത്തെഴുന്നേൽപ്പ്? അത് വിശ്വാസത്തിലാൽ മനസ്സിലാക്കേണ്ട കാര്യമാണെന്നാണ് ഈശോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈശോ ഈ തോറ്റ 12 പേരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പറയും, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ എത്ര നാൾ. വഴി പിഴച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് യേശുവിനെ ദൈവികമായി മനസ്സിലാക്കേണ്ട ഒരു വഴിയില്ലേ, അതിന് ഒരു അപഭ്രംശം വന്നിട്ടുണ്ട്. ഇവര് യേശുവിനെ ഭൗതികമായിട്ടാണ് ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്. പൊളിറ്റിക്കൽ മിസ്സിഹായിട്ടാണ് ഇവർ മനസ്സിലാക്കേണ്ടത്. രാഷ്ട്രീയ ക്രിസ്തുവായിട്ടാണ്. ക്രിസ്തു റോമ സാമ്രാജ്യത്തിനെ തച്ചുടച്ചിട്ട് അവിടെ രാജാവാകുമ്പോൾ തങ്ങൾക്കും രാജാവാകാൻ മന്ത്രിയാകാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ടൊരു ഒരു സ്കൂളിലെ നമ്മുടെ സബരി പുത്രന്മാരുടെ അമ്മയുണ്ടാക്കിയ നടത്തുന്ന ഒരു സ്കൂള്, അവരാണല്ലേ ഈ വിധത്തിൽ മുഴുവനും പ്രശ്നം ഉണ്ടാക്കിയത്. ആ സ്കൂളിൽ തന്നെയാണ് ഈ അണ്ണന്മാർ ഇപ്പോഴും. അതുകൊണ്ടാണ് അവർക്ക് ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ചങ്കയെ കൊള്ളും. അതാണ് എന്നെ അത് വല്ലാതെ ബാധിച്ചിട്ടുള്ളത്. കർത്താവ് ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കും, എത്ര കാലം ഞാനിനി. യേശു പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്തതും വഴി പിഴച്ചതുമായ തലമുറയെ. അത് മറക്കിട്ടാണ് കാര്യം. താൻ പരാജയപ്പെടുകയാണ് ഇവരെ ഈ വിഷയം മനസ്സിലാക്കുന്നത്. തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരു ഡെത്ത് പാഷൻ കോൺഷ്യസ്, ഒരു ഡെത്ത് കോൺഷ്യസ് ആണത്. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ഒരു സംഘർഷം, ആന്തരിക സംഘർഷത്തിൻ്റെ അടിസ്ഥാനം ഈ ഡെത്ത് കോൺഷ്യസ് ആണ്. അവൻ ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവമായത് കാരണം ഡെത്ത് കോൺഷ്യസ് പച്ചക്ക് മനസ്സിലാകും. നമ്മുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ, പക്ഷേ ഈശോയുടെ മരണത്തെക്കുറിച്ച് ഈശോയ്ക്ക് പച്ച സിനിമയിൽ കാണുന്ന പോലെ എല്ലാം കാണാൻ പറ്റും, ദൈവമായതുകൊണ്ട്. അതുകൊണ്ട് താബോറിൽ നിന്ന് മുകളിൽ നിന്ന് ഗെറ്റടിയാൻ കിട്ടിയത്, തയ്യാറായിരിക്കുക, സമയമായി. ഈശോയ്ക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് ചോദിക്കണത്, എത്ര കാലം? ഇനി ഒരു 3 മാസം മറ്റേ ഉണ്ടാകത്തുള്ളായിരിക്കും, അല്ലെങ്കിൽ 1 കൊല്ലം. അത് വല്ലാത്ത ഒരു സങ്കടമാണ്. ഈശോനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സങ്കടം ഫീൽ ചെയ്യും. എത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും? അവനെ കൊണ്ടുവന്ന് സുഖപ്പെടുത്തി, അത് അങ്ങനെ സുഖപ്പെടുത്തിയതുകൊണ്ട് വിഷയം തീരണമല്ല ഇത്. ഇവർ ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതിൽ തീരുന്നതാണ് ഈ വിഷയം. അങ്ങനെ തിരിച്ചറിയാൻ ഇനി എത്ര കാലം? ദൈവവേദന നോൻപ് തീരാൻ പോകുമ്പോഴും ഈ കാലത്തെ തിരിച്ചറിയാതെ നമ്മൾ അനുഷ്ഠാനം നടത്തി യാന്ത്രികമായി എന്തൊക്കെ ചെയ്ത് കൂട്ടിയെന്നും പറഞ്ഞ് ആ പഴയ മനുഷ്യൻ തന്നെയായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാത്ത അപ്പോസ്തലന്മാരോടൊപ്പമാണ്. ഈ നോൻപിനെങ്കിലും കർത്താവിനെ തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം. സ്വർഗത്തിൽ ഞാനൊരു അടയാളം കണ്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങളിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. എറണാകുളം ജില്ലയിൽ പുതുവൈപ്പിടവകയിൽ നിന്ന് വരുന്നു. എൻ്റേത് 2ാമത്തെ സാക്ഷ്യമാണ്. എനിക്ക് പരിശുദ്ധ മാതാവ് ഈ കൃപാസന അമ്മയുടെ അൾത്താരയിൽ മുന്നിൽ നിന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എൻ്റെ പേര് ജോബ് മാനുവൽ. ഞാൻ മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യുന്നു. ഞാൻ 2020 ഉടമ്പടി എടുക്കുന്നത്. അതെനിക്ക് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പിന്നെ 2023 ഞാൻ വന്ന് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞാൻ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ജോലി കിട്ടാനായിട്ട് എനിക്ക് വളരെ പ്രയാസമായിരുന്നു. കാരണം
എനിക്കൊരു 5 വർഷത്തെ ഗ്യാപ്പ് വന്നു. അപ്പോൾ എൻ്റെ ഒരു അമ്മച്ചിയുടെ മരണത്തോടനുബന്ധിച്ച് എനിക്ക് ലീവ് എടുക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നു. പിന്നെ എനിക്ക് അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല കമ്പനികളിൽ പോയാലും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പോരേണ്ട വരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കുടുംബത്തിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛൻ എൻ്റെ തലക്ക് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് സൗദിയിലേക്ക് നല്ലൊരു ജോലി കിട്ടിയത്. സൗദിയിൽ പോയി അത് അച്ഛൻ പറഞ്ഞതുപോലെ എനിക്ക് 2 ട്രിപ്പ്, അത് 10 മാസവും 9 മാസമൊക്കെ ജോലി ചെയ്യാൻ പറ്റി. അതിനുശേഷം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് തിരിച്ച് ഞാൻ സൗദിയിലേക്ക് പോയതിന് ശേഷം എനിക്കൊരു വളരെ ടെസ്റ്റ് സംഭവിച്ചു. ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അത് ആ ടെസ്റ്റും പിന്നെ ഒരു ടിസ്റ്റുമായിട്ട് മാറി. അത് എനിക്ക് എൻ്റെ കുടുംബത്തിലും വളരെ ഒരു വിശ്വാസത്തിലേക്ക്, വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയെങ്കിലും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിഞ്ഞു. അതായത് ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ എനിക്ക് ഒരു തലകറക്കമുണ്ടായി. അങ്ങനെ ഞാൻ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ലോ പ്രഷറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, കമ്പനിയോട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് ആവശ്യപ്പെട്ടെങ്കിൽ അവർ അത് ചെയ്തു തന്നില്ല. അവർ പറഞ്ഞു, നീ നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു വരാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ നിർബന്ധം മൂലം ഞാൻ നാട്ടിലേക്ക് പോന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഒരു മാസം എൻ്റെ ഒരു കുടുംബ ഡോക്ടർ വഴിയായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഞാൻ ഫിസിക്കൽ ഓക്കെ ആയി. ഞാൻ തിരികെ പോകാനായിട്ട് അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കി മെസ്സേജ് അയച്ചു. എന്നാൽ എനിക്ക് മറുപടി ഒന്നും വന്നില്ല. അപ്പോൾ ഞാനത് എൻ്റെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടു അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, തനിക്ക് 56 വയസ്സായി, ഇനി തന്നെ കമ്പനിക്ക് വേണ്ട എന്ന്. ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ പ്രയാസമുണ്ടാക്കിയൊരു സംഭവമായിരുന്നു. ഞാൻ അങ്ങനെ ഞങ്ങൾ കുടുംബവും വളരെ മാനസികമായിട്ട് വിഷമിച്ചു. കാരണം ഈ അവസാന കാലഘട്ടത്തിലൊരു കച്ചിത്തിരുമ്പെന്ന പോലെ, ഒരു പ്രത്യാശയെന്ന പോലെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കൊരു ജോലി കിട്ടി, അത്യാവശ്യം മോശമില്ലാത്ത ശമ്പളത്തിന്. എന്നിട്ട് എനിക്ക് വീണ്ടും എനിക്ക് പോകാൻ കഴിയാത്ത വണ്ണം സംഭവിച്ചിരിക്കുന്നു. അപ്പം ഞാനിവിടെ വന്നു മാതാവിനോട് ചോദിച്ചു, അമ്മേ, ഉടമ്പടി എടുത്തിട്ട് പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്? അമ്മ മിണ്ടുന്നില്ല. ഞാനങ്ങനെ അച്ഛൻ്റെ ടോക്കുകൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കും. ഉടമ്പടി കാരുണ്യ പ്രവൃത്തികൾ പറയുന്ന പോലെ മുടക്കില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അതിനെനിക്കൊരു മടിയുമില്ല പത്രം കൊടുക്കാനും. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും എൻ്റെ അവസ്ഥക്ക് മാറ്റം വന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തും, ഞാൻ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാനങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അച്ഛൻ്റെ ടോക്കിൽ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു, 56 വയസ്സ്, 56 എന്നുള്ളൊരക്കം ഉള്ള ചില വ്യക്തികളെ, അതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്നുള്ളൊരു ടോക്ക് ഞാൻ കേട്ടു. അപ്പോൾ ഞാനത്, എനിക്ക് 56 ഏജായിട്ട് ബന്ധപ്പെട്ടുള്ളതാണല്ലോ. അപ്പം ഞാനാണെന്ന് അങ്ങോട്ട് വിശ്വസിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എനിക്കൊരു വാണ്ടഡ് കണ്ട് ഞാൻ അയച്ചു. അത് ഷാർജ കസ്റ്റംസ് പോർട്ടിലേക്കാണ്. കിട്ടുമെന്ന് വിചാരിച്ചതല്ല, എന്തോ എനിക്ക് തന്നെ അങ്ങനെ തോന്നി വിടണമെന്ന്. വിട്ടു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ എന്നെ കോൾ ചെയ്തു. നിങ്ങളുടെ ബയോഡാറ്റ കണ്ടു, നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ ചെയ്യാം. സ്കൈപ്പ് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ നിങ്ങളെ വിളിക്കാമെന്ന്. ഞാൻ സമ്മതിച്ചു. എന്നാൽ സ്കൈപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ പേടിയാണ്. കാരണം ഇംഗ്ലീഷിന് എനിക്ക് വലിയ പിടുത്തം, ഇംഗ്ലീഷിൽ കുറേ വീക്കാണ് ഞാൻ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവ് വന്നിരുന്ന് ഈ ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാക്കി തരണം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അച്ഛൻ പറയുന്ന പോലെ
ഞാനത് പറഞ്ഞുകൊണ്ട് നടന്നു. കാരണം എനിക്കൊരു യോഗ്യതയില്ല. കാരണം മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുകയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞതിനെല്ലാം ഞാൻ മറുപടി കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തന്നെപ്പോലൊരാളെയാണ് ഞങ്ങൾക്ക് ആവശ്യം, ജോലിയുടെ സർട്ടിഫിക്കറ്റ് അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. 1 മാസം വെയിറ്റ് ചെയ്തിട്ടും വന്നില്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, കാരണം തൻ്റെ ഏജ് വിഷയമാണ്, 56 വയസ്സിൽ ഒരു വിഷയമാണ്, അതുകൊണ്ട് താൻ വെയിറ്റ് ചെയ്യ്, വേറെ ആരും വരുന്നില്ലെങ്കിൽ തന്നെ കോൾ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 മാസം വെയിറ്റ് ചെയ്തു, 3 മാസം വരെയും വെയിറ്റ് ചെയ്തു, വിളിച്ചില്ല. ഞാൻ എങ്ങനെ വീട്ടിലെല്ലാവർക്കും ആകെ ഇടർച്ചയായി, ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റൂലല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി വണ്ടി കയറാനായിട്ട് ട്രെയിൻ കയറി അവിടെ ഒരു ജോലി അന്വേഷിക്കാനായിട്ട് പോകാനായിട്ട് ബുക്ക് ചെയ്യാൻ പോകുന്ന നിമിഷത്തിൽ എനിക്ക് ഷാർജ പോർട്ടിൽ നിന്ന് കോള് വരികയാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറയണം എന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കയറിപ്പോരെന്ന് പറഞ്ഞു. കാരണം ഈ 56-ാമത്തെ വയസ്സിൽ പരിശുദ്ധ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഗവൺമെൻറ് ജോലിക്കായിട്ടാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. കാരണം സൗദിയിൽ നിന്ന് ഇത്രയും വിഷയമുണ്ടായി തിരിച്ചു വന്നതും എല്ലാം മാതാവ് ഒരു ടെസ്റ്റിന് വേണ്ടി ഒരുക്കുകയായിരുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങൾക്കും വിശ്വാസം വന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് ദൈവം നടത്തി തന്നു. എൻ്റെ മകൾക്ക് അവൾ IT മേഖലയിലാണ്. അപ്പോൾ ആദ്യം കിട്ടിയ കമ്പനിയിൽ വളരെ കുറഞ്ഞൊരു ശമ്പളത്തോടെ കിട്ടിയിരുന്നത്. പക്ഷേ അതിനുശേഷം അവൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി, നല്ലൊരു കമ്പനി കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതുപ്രകാരം അവൾക്ക് ഒരു അമേരിക്കൻ കമ്പനിയിൽ നല്ല ജോലി ലഭിക്കുകയും അതുപോലെ അവൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യാനുള്ള ഒരു ഇത് അവർ നൽകുകയും ചെയ്തു. ഇതിനെല്ലാം ഞാൻ എൻ്റെ ദൈവമായ കർത്താവിന് ഈ സന്നിധാനത്തിൽ ഇന്ന് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ അച്ഛൻ, ഇവിടെ കേൾക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലതവണ വീണാലും എഴുന്നേക്കും. നീതിമാൻ എത്ര തവണ വീണാലും എഴുന്നേക്കുമെന്ന് വചനം പറയുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ വീണാലും എഴുന്നേക്കണമെങ്കിൽ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ്റെ ടോക്ക് ഇന്ന് ലോകത്തിൽ തന്നെ അച്ഛന് ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഈ ഉടമ്പടി ഈ ജനങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്, ഇത് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം ഞാനിത് മനസ്സിലാക്കുന്നത്, ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഞാൻ വായിക്കുമ്പോൾ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാത്ത ഭാഗങ്ങളില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉടമ്പടി എന്നുള്ളത് ഉടനടി ദൈവം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ദൈവമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പം നമ്മളാണിത് മടിച്ചു നിൽക്കുന്നത്, രക്ഷപ്പെടാൻ തടസ്സം നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുന്നത്, ഞാനിവിടെ ഇല്ല, ഞാൻ ഷാർജയിലേക്ക് പോകുമ്പോഴും വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോഴും എൻ്റെ ജീവിത പങ്കാളിയും മക്കളും കൂടി ആഴ്ചയിൽ ഒരിക്കൽ ഭക്ഷണം ഉണ്ടാക്കി സിറ്റിയിൽ ആരും ഇല്ലാത്തവർക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്രം, ഞാനിവിടെ നിന്ന് അറബി പത്രം, തമിഴ്, ഹിന്ദി എന്നീ പത്രങ്ങൾ വാങ്ങി അവിടെ ഷാർജയിലെ പള്ളികളിൽ അവിടെ അവരുടെ കൈകളിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദാനധർമ്മം ചെയ്യാനായിട്ടാണെങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്നത് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ സന്നിധാനത്തിൽ വന്ന് എനിക്കും എൻ്റെ കുടുംബത്തിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനും
ഈ ഉടമ്പടി പാലിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപയും നൽകിയതിന് എൻ്റെ പരിശുദ്ധ കൃപാസന പ്രസാദപരമായ അമ്മയ്ക്കും എൻ്റെ ദൈവകുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. കൃപാസന മാതാവ് തിരുക്കുമാരനിലൂടെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ചെരിഞ്ഞ അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വേദിയിൽ വന്ന് നിൽക്കുന്നത്. എൻ്റെ ഈ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ നിൽക്കാൻ എന്നെ അനുവദിച്ചതിന് തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യത്തോട് പറയാനാണ്. എനിക്ക് 13 വർഷമായിട്ട് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. എൻ്റെ പേര് ഷാലു എന്നാണ്. വീട് എറണാകുളം ജില്ലയിലെ വൈപ്പിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് സംഗീത് ജോബ്. കുഞ്ഞിൻ്റെ വാവയുടെ പേര് മിഖേല മരിയ. ഇതാണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. എനിക്ക് 13 വർഷമായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, ക്യാൻസർ. 4ാമത്തെ സ്റ്റേജിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നതാണ്. ആ സാക്ഷ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുന്ന ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 5 വർഷം ട്രീറ്റ്മെൻറ്റ് ഇരിക്കാതെ തന്നെയാണ് എനിക്ക് അസുഖം സ്ഥിരീകരിച്ചത്. പിന്നീട് അങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് പല ഹോസ്പിറ്റലിലും ഇതിനെ ചൊല്ലി പോയിരുന്നെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. എനിക്കും ഹസ്ബൻഡിനും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. 35 വയസ്സ് കഴിഞ്ഞതോടെ പീരീഡ്സൊക്കെ ഇറഗുലറായി. അതുകൂടാതെ ഹസ്ബൻഡിനാണെങ്കിലും പോരായ്മകൾ വളരെ ഉണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എനിക്ക് ചീട്ട് അച്ഛനെ കാണാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ചീട്ട് കിട്ടിയത് കുട്ടികളില്ലാത്തവരെ കാണുന്നതിന് വേണ്ടിയുള്ള ചീട്ടായിരുന്നു. അപ്പോൾ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്യുകയും 2 കാശ് രൂപ തരികയും പിന്നെ തൈലം പൂശാൻ വേണ്ടി തരികയും ചെയ്തു. ഞാനതനുസരിച്ച് പൂശി. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രതീക്ഷയില്ലാതെ തന്നെ ഞാൻ നോർമലായിട്ട് വിശേഷമായി. അത് 3 മാസം വരെ ഞാൻ അറിഞ്ഞില്ല. എൻ്റെ പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ട് തന്നെ പീരീഡ്സ് താളം തെറ്റി നിൽക്കണതുകൊണ്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 മാസം കഴിഞ്ഞ് വേറൊരു കാര്യത്തിന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് വിശേഷമുണ്ട് 3.5 മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന്. എനിക്ക് ഒരു തരത്തിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ബലഹീനതകളുടെ അങ്ങേ അറ്റത്ത് നിൽക്കണ മകളാണ് ഞാൻ. മാതാവ് തന്ന അനുഗ്രഹമാണെന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ 7ാം മാസം ഇപ്പോഴേക്കും ചെറുതായിട്ട് എനിക്ക് പനി വന്ന് വിറയൽ വന്ന് ബ്ലീഡിങ് ആവുകയും കുഞ്ഞുവാവനെ പുറത്തെടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്തു. ഒരാളെ കിട്ടിയില്ല, മറ്റേയാളാൽ വെന്റിലേറ്ററിലോട്ട് പോവുകയും ചെയ്തു. 9ാം ദിവസം ഡോക്ടർ പറഞ്ഞു കുട്ടികളെ കിട്ടാൻ ഒരു ചാൻസും ഇല്ല, വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റിയേ പറ്റുള്ളൂ, ഇതിൽക്കുള്ള വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ആകെ തകർന്നു പോയ അവസ്ഥയായിരുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ ഉടമ്പടി ലോക്കറ്റ് കുഞ്ഞു അവിടെ ബെഡിൽ കിടത്തിയ വെന്റിലേറ്റർ ബെഡിൻ്റെ മുകളിൽ കൊണ്ടു വെച്ചു. അതുകൂടാതെ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് വൈകിട്ട് കുഞ്ഞുവാവ നോർമലി ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ തന്നെ ബ്രീത്ത് ചെയ്യാൻ തുടങ്ങി. അതുകൂടാതെ ഓരോരോ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇൻഡസ്റ്റൈൻ പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞു, വയറിന് പ്രശ്നം ഉണ്ടായിരുന്നു, അതോടൊപ്പം തലക്ക് പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ്, അതുകൂടാതെ ലങ്സിൻ്റെ ഡെവലപ്പ് ആകാനുണ്ടായിരുന്നു പറഞ്ഞ്. ഇതൊക്കെ ആദ്യം പ്രശ്നം ഉണ്ടായെന്ന് പറയും, പിന്നെ പറയും കുഴപ്പമില്ല, എല്ലാം നോർമലായി. അങ്ങനത്തെ രീതിയിലോട്ട് മാതാവ് കരം പിടിച്ചെന്നുള്ള രീതിയിൽ കുഞ്ഞുവാന ഉയർത്തിക്കൊണ്ട് വന്നു. അതുകൂടാതെ 9ാമത്തെ ദിവസം വെന്റിലേറ്റർ സപ്പോർട്ടിലാണെന്ന് പറഞ്ഞതിന്, വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിൻ്റെ അന്നത്തെ ദിവസം ഉച്ച സമയത്ത് മാതാവ് എൻ്റെ വീട്ടിൽ വന്നു. മാതാവ് ഞാൻ കിടക്കുന്ന സമയത്ത് ഉറക്കമൊക്കെ ആകെ നഷ്ടപ്പെട്ട് ആകെ ടെൻഷനിലാണ്. ആ സമയത്ത് മാതാവ് ഒരു സമുദ്രത്തിൽ നിന്ന് ആകെ ചെളിയിൽ കുളിച്ച് പൊങ്ങി വരുന്ന അവസ്ഥയിലോട്ട് മാതാവ് പൊങ്ങി വന്ന്. പിന്നീട് അങ്ങനെ അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു. ഡോക്ടേഴ്സ് ഒന്ന് പറയും, പിറ്റേ ദിവസം പറയും ഒരു കുഴപ്പമില്ല, നോർമലായി. പിന്നെയും പറയും ഡോക്ടേഴ്സ് ഒരു കോംപ്ലിക്കേഷൻ, പിറ്റേ ദിവസം പറയും അതൊക്കെ നോർമലായി. അങ്ങനെ 2 മാസത്തിന് ശേഷം 1 കിലോ 650 ഗ്രാമുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് ഒരു ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞുവാവനെ കയ്യിലേക്ക് തന്നു. പിന്നീട് അങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കുഞ്ഞുവാവനെ മാതാവ് സംരക്ഷിച്ചുകൊണ്ട് നടന്നേച്ച് ഇപ്പോൾ കുഞ്ഞുവാവക്ക് 11 മാസമായി. അമ്മ തിരുക്കുമാരിലൂടെ ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. കൃപാസന മാതാവിലൂടെ ഒരാളോട് ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നും പോലും ഉണ്ടായിരുന്നില്ല. അമ്മ മാതാവിലൂടെ മാത്രം ചെയ്തു തന്ന ഈ അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതുകൂടാതെ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് പോലീസിലായിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു നിയോഗം എഴുതിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ശാരീരികമായിട്ട് കുറേ ബലഹീനതകളുള്ള കാരണം എനിക്ക് ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ സത്യം പറഞ്ഞാൽ കുറേ നേരം അടുത്ത് നിൽക്കാൻ തന്നെ എനിക്ക് പറ്റില്ല.
ആ ഒരു അവസ്ഥയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഹസ്ബൻഡിന് ഇപ്പോൾ വീടിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഒരു ട്രാൻസ്ഫർ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോലീസിലാണ് ഇലക്ഷൻ ട്രാൻസ്ഫർ വരുന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഹൈക്കോടതിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടണം. മാതാവ് അത് എന്നെ അനുഗ്രഹിച്ചു. ഇപ്പോൾ കഴിഞ്ഞ ഒരു 30 ആഴ്ച ഇതുപോലെ തന്നെ ഓർഡർ വന്ന് ഹൈക്കോടതി ലൈസൺ ഓഫീസറായിട്ട് ഹസ്ബൻഡിനെ പോസ്റ്റ് ചെയ്തതായിട്ട് അറിയിച്ചു. അമ്മ മാതാവിന് 1 കോടി നന്ദി. അമ്മ മാതാവിലൂടെ എൻ്റെ കുടുംബത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും 1 കോടി നന്ദി പറയുന്നു. ഇതുവഴി ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് വഴിയായിട്ട് എനിക്കിപ്പോൾ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും മാതാവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പിറകിൽ ദൈവത്തിൻ്റെ വൻ കരുത്തുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസത്തിലൂടെ കയറി വരാനായിട്ട് മാതാവിലൂടെ എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. എനിക്ക് RCC പോണ സമയത്ത്, ചെക്കപ്പിന് പോണ സമയത്ത് അവിടെ കൊണ്ടുപോയി കൃപാസന പത്രം വാങ്ങിച്ചു കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ, അല്ലെന്നുണ്ടെങ്കിൽ വീടുകളിലാണെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ ആ മാസം എവിടെയാണ് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റിയെന്ന് വെച്ചാൽ അവിടെയാണ് ഞാൻ ഉടമ്പടി പത്രം കൊണ്ടുപോയി കൊടുത്തത്. പിന്നെ അലക്ഷ്യമായിട്ട് ഉടമ്പടി പത്രം വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് അത് ആവശ്യമുള്ളവർക്ക് കൂടെ കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് കുഞ്ഞുവാവ ജനിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. പണ്ട് ഞായറാഴ്ച മാത്രം പോയിക്കൊണ്ടിരുന്നു വെച്ചാൽ ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ലെങ്കിലും അന്ന് കുഞ്ഞുവാവ ജനിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അതുകൂടാതെ ബൈബിള് എല്ലാ ദിവസവും 3 അധ്യായം 4 അധ്യായം വെച്ച് എല്ലാ ദിവസവും വായിക്കുകയും മുടങ്ങാതെ വായിക്കുകയും ശ്രദ്ധിക്കുമായിരുന്നു. പിന്നെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ പണ്ട് ഇരുന്ന് കരയായിരുന്നു. ഇപ്പോൾ ഒരു മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, ദിവ്യാരണം നടയിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം. ദിവ്യാരണം ഈശോയിലൂടെ കൃപാസന മാതാവിടെ അത്ഭുതം പ്രവർത്തിക്കുമെന്നൊരു വിശ്വാസത്തോട് കടന്നു വരാനായിട്ട് ഇതുവഴി സാധിച്ചു. ഇനി കുറച്ച് ഹസ്ബൻഡിന് സാക്ഷ്യം പറയാനുണ്ട്, അതൊന്നും പറയുന്നതിന് വേണ്ടി കൈമാറുന്നു. എൻ്റെ പേര് സംഗീത് ജോബ്. ഞാൻ എറണാകുളം നിന്നാണ് വരുന്നത്. എൻ്റെ വൈഫ് പറഞ്ഞായിരുന്നു, ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാകുന്നത്, നിനക്കെൻ്റെ കൃപ മതി എന്നുള്ള ദൈവവചനം അതെൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായും അർത്ഥവത്താണ്. കാരണം എൻ്റെ ഭാര്യ പറഞ്ഞിരുന്നു, ബലഹീനതയുടെ കൂമ്പാരമാണ് എന്ന് വെച്ചാൽ ഇമ്പോസിബിൾ എന്നൊരു വാക്കിൽ അതിന് ഈശോയ്ക്ക് സാധ്യമാണ്. അതാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ മനസ്സിലായത്. കാരണം ഇത്രയേറെ പോരായ്മകളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ ദൈവം നൽകി. ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. 2014 ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട്, അന്ന് ഇങ്ങനത്തെ ഒരു സാഹചര്യമൊന്നുമല്ല, ജോസഫ് അച്ഛനെ വന്ന് കണ്ടിരുന്നു. അന്ന് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് അഡോപ്ഷനല്ല, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരും, പക്ഷേ താമസമെടുക്കും, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. 2014 മുതൽ ഇന്ന് 2026 കൃപാസനവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ചേർന്ന് നിൽപ്പുണ്ട്, അച്ഛനുമായിട്ട് ചേർന്ന് നിൽപ്പുണ്ട്. പക്ഷേ ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയി, അതൊരു സത്യമാണ്. പക്ഷേ ഇത്രയേറെ തീച്ചൂളയിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുമ്പോഴും ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ശ്രമിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഞങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഈ കുഞ്ഞ്. അപ്പം അസാധ്യമായ ആ സാഹചര്യത്തിൽ ദൈവം സാധ്യമാക്കി നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഞാനും വൈഫും വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ നടുക്കത്ത് കട്ടിലിൽ ഇവിടെ കിടക്കുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ വിശ്വസിച്ചാലേ നമ്മൾ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു കുഞ്ഞിനെ നൽകി സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. ഇവൾ ജനിക്കുന്നതിന് 1 വർഷക്കാലം മുന്നേ, അതായത് പ്രഗ്നൻസി ആണെന്ന് അറിയുന്നതിന് മുന്നേ ഞാനും വൈഫും എന്നും പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിന്നതിൻ്റെ ഒരു ഫലമാണ്. ഞാനൊരു നീതി നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും നമ്മുടെ അടുത്ത് വരുന്ന അവർക്ക് പരമാവധി സഹായങ്ങൾ ചെയ്യാനും ഞാൻ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ആകെയുള്ളൊരു മുതൽക്കൂട്ട്. എന്നാൽ കഴിയാവുന്ന എല്ലാ സഹായങ്ങളും നിലവിൽ ചെയ്തു പോകുന്നു. നന്ദി. യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. നും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി ജെയിൻ. ഞാൻ 2019 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇത് എൻ്റെ 16ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഈ നാളെത്രയും എനിക്ക് ഈ ഉടമ്പടികളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. വെഞ്ചിരിച്ച
ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ലഭിച്ച അനുഗ്രഹമാണ് ഞാൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളുടെ വീട് റോഡരികിലാണ്. കാണ പോകുന്നതിന് കുറച്ച് താഴെയാണ് ഞങ്ങളുടെ റോഡ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ പിടിച്ചു കഴിയുമ്പോൾ കാണയിൽ വെള്ളം നിറയുകയും ഞങ്ങളുടെ റോട്ടിലേക്ക് ഇത് വലിയ പ്രവാഹമായിട്ട് ഒഴുകി വരികയും ഈ മലിനജലം ഞങ്ങളൊരു 10 വീട്ടുകാരുണ്ട് അവിടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇത് കയറുകയും ഭയങ്കരം അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഞങ്ങൾ ആലുവയിൽ പറവൂർക്കവലയിലാണെങ്കിലും ഈ പ്രശ്നം ഞങ്ങളെ വലുതായി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ വീട് വാങ്ങി താമസിക്കുന്നത് 1992 മുതൽ താമസിക്കുന്നതാണ്. ഈ നാളത്രയും കഴിഞ്ഞ വർഷം ഭയങ്കരമായ വെള്ളം, ഒരുപാട് മഴ തോരാതെ പെയ്തുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. വെള്ളം എല്ലായിടത്തും കയറി. അത് ഈ മലിനജലമാണ് കയറുന്നത്. അതിന് ഒരു പരിഹാരമില്ലാതെ വിഷമിച്ച് ഏറ്റവും അവസാനം ഞങ്ങൾ കളക്ടറുടെ പ്രത്യേക അനുവാദം വാങ്ങി കാണയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു വഴിയുണ്ട്. അത് തുറന്നു നോക്കാൻ ഓർഡർ ഇട്ട് അവിടെ ചെന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ കേബിളുകൾ, ഫോണിൻ്റെ കേബിളുകളെല്ലാം പോയിട്ട് അതിലൂടെ ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പം റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് അവർ പോയി തുറന്നു. അവിടെയും അത് തന്നെ സ്ഥിതി. അവർ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ തുറന്നതെല്ലാം മൂടാൻ തുടങ്ങിയാണ്. അപ്പം ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ അതെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അവരത് മൂടിക്കഴിഞ്ഞ് പോയാൽ എന്തു ചെയ്യും? ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൂടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്, അവരുടെ മുന്നിൽ ഞാൻ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് അതിലിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ ഇവരിത് അടക്കുകയാണ്, പക്ഷേ അമ്മ എന്തെങ്കിലും ഒരു വഴി തന്നിട്ട് ഈ മലിനജലം ഞങ്ങളുടെ വീടുകളിലേക്ക് ഇനി കയറാൻ പാടില്ലെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് പോന്നു. പിറ്റേ ദിവസം ആണ് ഞങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. കാണയിലൂടെയല്ല ഈ വെള്ളം റോട്ടിലേക്ക് ഇറങ്ങണത്, മെയിൻ റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത്. ഇത്ര നാൾ ഞങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വേഗം അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹമ്പുണ്ടാക്കി. ഇപ്പോൾ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ റോട്ടിലേക്ക് ഇറങ്ങില്ല. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അത് വലിയ കാര്യമായിട്ട് എടുക്കുകയും ഞങ്ങളുടെ ആ വഴിയിൽ ഒരു 3 മഴക്കുഴികൾ ഉണ്ടാക്കി തന്ന് ആ പ്രശ്നം ഒരു വലിയ പരിഹാരം കിട്ടി. ഞങ്ങൾക്ക് അനുഗ്രഹമായി. എൻ്റെ കൂടെയുള്ളവർക്കും വിശ്വാസമായി. ഉടമ്പടി ഉപ്പ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിടുമ്പോൾ അവിടെ അമ്മ തന്നെയാണ് സന്നിഹിതയാവുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ, അച്ഛൻ ഉടമ്പടി ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള ജ്ഞാനം അമ്മയ്ക്കാണുള്ളത്. അമ്മ അത് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഈ അടുത്ത് തന്നെ ഉണ്ടായത്, ഞങ്ങളുടെ കാറ് ലോണിലാണ് 2016 വാങ്ങിയത്. ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് വേണം എന്നറിയാൻ പാടില്ലായിരുന്നു. ഞാനത് വാങ്ങിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, ജോലി ചെയ്തിരുന്നത് പുറത്തായിരുന്നത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വാങ്ങിയില്ല. ഇപ്പോഴത് ടെസ്റ്റിൻ്റെ സമയമായപ്പോഴാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 വർഷമായി ആ ബാങ്ക് അവിടെ നിന്ന് മാറി. ആ മാനേജർ പറഞ്ഞു എനിക്കിത് തരാൻ പറ്റില്ല, ഇനി ഇതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഇതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കാം, അവർ പറയണത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇത്രയും നാളായിട്ട് വാങ്ങിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഗൗരവ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി ഉപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോണ വഴിയിൽ ആ സ്റ്റെയർ കേസിൻ്റെ സൈഡുകളിലൊക്കെ ഇട്ട് മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നെ നോക്കണമില്ല, ഒന്നുമില്ല. കുറേ 1 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് എനിക്ക് പറ്റൂല എന്ന്. അപ്പോഴാണ് എന്നോട് പറയണത്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി ഉപ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ മാനേജറെ വിളിച്ചു, സാറേ എൻ്റെ ആപ്ലിക്കേഷൻ അയച്ചോ എന്നറിയാൻ. അപ്പോൾ ആ സാറ് എന്നോട് വളരെ സൗമ്യമായി പറയണം ഞാൻ തന്നെ അത് എഴുതിത്തരാം, നിങ്ങൾ ആ ബാങ്കിൻ്റെ പാസ്ബുക്ക് ക്ലോസ് ചെയ്തതൊന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ അന്ന് തന്നെ ആ സാർ അത് എനിക്ക് ഒപ്പിട്ട് തരികയും ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തു. അത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ പറഞ്ഞില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ എവിടെ ഇട്ടാലും ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് മാതാവ് നമ്മൾക്കതിന് അനുഭവം തരും. 2ാമത്തെ തെളിവ് ആണത്.
അതുപോലെ ഉടമ്പടി തൈലം. എൻ്റെ ഈ വലത് പിരികത്തിൻ്റെ മുകളിൽ ഒരു വെളുത്ത പാട് രണ്ട് ചുറ്റിനും വരാൻ തുടങ്ങി. അപ്പം ഞാൻ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ട് പറഞ്ഞു, ഇത് പാണ്ടല്ല, അങ്ങനെയാണ് പറഞ്ഞ അയാൾ. അങ്ങനെ പറഞ്ഞു. ഞാനതിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഓയിൽമെൻറ്റ് പുരട്ടി തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാട് വളരെ വൈറ്റാകാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഉള്ളതിലും ആൾക്കാർക്ക് കാണുന്ന വിധമായി. അപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം അല്ലേ ഇരിക്കുന്നത്. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പുരികത്ത് മുകളിൽ ചുറ്റും പുരട്ടാൻ തുടങ്ങി. 10 ദിവസം പുരട്ടിയപ്പോൾ തന്നെ അത് മങ്ങി തുടങ്ങി. ഇപ്പോൾ യാതൊരു കളർ വ്യത്യാസവുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു കളർ വ്യത്യാസമില്ലാതെ എൻ്റെ ഒരു പ്രശ്നം അമ്മ വഴി പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ട്, ഈ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത്, പുറപ്പാട് 17:1 അബ്രഹാത്തെ ദൈവം വിളിക്കുന്നുണ്ട്, എൻ്റെ മുൻപിലായിരിക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്ന്. ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ 2019 എനിക്കും അത് തന്നെയല്ലേ സംഭവിച്ചതെന്ന് ചിന്തിക്കാറുണ്ട്. 55 വയസ്സായപ്പോൾ എന്നെ ഒരു ചേച്ചി കൃപാസനം പത്രം വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് എന്നെ വിളിച്ചു. അത് വിളിച്ചത് ഇതിനാണ്, എൻ്റെ മുൻപിലായിരിക്കാനും കുറ്റമറ്റവനായിരിക്കാനുമാണ്. അതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് വഴിതെറ്റി നടന്നിരുന്ന ഞാൻ ഇന്ന് ഈശോയുടെ മുൻപിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ എൻ്റെ 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ കുമ്പസാരം ഞാനെല്ലാം കൃത്യമായി നടത്തും. എല്ലാ ദിവസവും ഞാൻ കുർബാന അർപ്പിക്കും. കൂടെയല്ല ചെയ്യണം, അർപ്പിക്കുകയാണ്. ഇപ്പോൾ അനുഭവമാണ് എനിക്ക് പരിശുദ്ധ കുർബാന. അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അച്ഛൻ്റെ ഒപ്പം അനുഗ്രഹ പ്രാർത്ഥന കൂടണം. കാരണം അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ പല പ്രതിസന്ധികളിലും ആയിരിക്കും ചില ദിവസം, അന്ന് അച്ഛൻ അതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പല പ്രാവശ്യം അത് അനുഭവിച്ചു. മകൻ്റെ വർക്ക് പെർമിറ്റ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അതിൻ്റെ മെയിൽ ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജോലി കയറാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് തലേ ദിവസം അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറയണ്, ഇട്ടന്ന് തന്നെ മുളയെടുക്കുമെന്ന് വചനം. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഇന്ന് തന്നെ അത് കിട്ടും. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം അവന് മെയിൽ ലഭിച്ചു. അങ്ങനെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് കൂടിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ് നമ്മൾ, പക്ഷേ നമ്മൾക്ക് ധൈര്യവും സഹായവും നൽകുന്ന ഒരു ശുശ്രൂഷയാണത്. ഒരു പുറപ്പാട് അനുഭവമല്ലേ സഹോദരങ്ങൾ ഇത്? നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തിലേക്ക് പോയിരുന്ന ദൈവജനം, അതുപോലെ തന്നെയല്ലേ ഈ ഉടമ്പടി അമ്മ ബഹുമാനപ്പെട്ട ജോസഫച്ചന് കൊടുത്തത്. ഈ ഉടമ്പടിയിലൂടെ സഞ്ചരിക്കുന്നത്, അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന കാനാൻ ദേശം സ്വർഗമാണ്. സ്വർഗത്തിൽ പോകാൻ പറ്റും, സ്വർഗത്തിൽ പോകണം എന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ടാണ്. സ്വർഗം എന്തോ അപ്രാപ്യമായൊരു വസ്തുവായിരുന്നു അതിനു മുൻപ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഈ സ്വർഗത്തിൽ പോകാൻ എനിക്കും പറ്റും. ആ ഒരു രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറ്റാൻ ഈ ഉടമ്പടിക്ക് സാധിച്ചു. ഞാൻ പണ്ട് ഭയങ്കര ഭയവും നിരാശയും ഒക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്ക് ഭയമേ ഇല്ല എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലല്ലോ. 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയമില്ല, പ്രത്യാശയുണ്ട്. ആരും എൻ്റെ കൂടെ നടന്ന് എന്നെ സഹായിക്കുന്നു, പിടിച്ചു നടത്തുന്ന അനുഭവമാണ് ഉടമ്പടിയിൽ എനിക്ക് ഈ നാളത്രയും അനുഭവിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ ഞാൻ ഇത്രയും നാൾ ഉടമ്പടിയിൽ ജീവിച്ചു. ഇനിയും എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ എല്ലാ വഴികളിലും റോഡുകളിലൂടെ പല ദിക്കുകളിലേക്കും പോയി, ഓരോ പ്രാവശ്യം പോയ ദിക്കിൽ പിന്നെ പോയി ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കും. ചിലർ വളരെ നല്ല അനുഭവത്തോടെ അത് വാങ്ങിക്കും, ചിലർ നമ്മളെ കളിയാക്കും. ഒരു മകൻ ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ മകൻ പറഞ്ഞ്, കൃപാസനത്തിൽ
കൃപാസനം എനിക്കറിയാം. കൃപാസനത്തിൽ മാതാവ് ഉണ്ടായിരുന്നില്ലെന്ന്. അത് പഴയ നിയമത്തിലെ കൃപാസനം അയാളപ്പോൾ വായിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ്, ശരിയാണ് ചേട്ടാ, പക്ഷേ കലവൂര ആലപ്പുഴയിലെ കൃപാസനത്തിൽ അമ്മയുണ്ട്, ചേട്ടൻ പോയി നോക്കിയാൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. അതുപോലെ ഒരു പ്രാവശ്യം ഒരു ചെറിയ യുവാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ചേച്ചി എനിക്കൊരു 6 പേപ്പർ തന്നെ, കാരണം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ 6 പേപ്പർ അവർക്ക് കൊടുത്തു. അതുപോലെ നല്ല അനുഭവവും ചീത്ത അനുഭവവും കളിയാക്കലും പലതും കേൾക്കാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. ആദ്യം ഞാൻ ഇതെങ്ങനെ കൊടുക്കുമെന്ന് ഓർത്തിരുന്ന ഞാൻ ഇന്ന് ഒരു ഉടമ്പടിയിൽ 9 കെട്ട് പേപ്പർ മിനിമമാണ്. അത് 11ഉം 20ഉം കെട്ടും വരെ കൊടുത്ത ഉടമ്പടികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ പേപ്പർ കൊടുത്തിട്ടുണ്ട്. കന്നഡയിൽ മോൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെയുള്ള പേപ്പർ കന്നഡ പള്ളികളിലും ആൾക്കാർക്കും ആശുപത്രികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതൊരു വലിയ ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് പേപ്പർ വാങ്ങിയാൽ ഞാൻ നാളെ തന്നെ അത് കൊടുക്കാൻ ഇറങ്ങിയാണ്. ബാക്കി കാര്യം അവിടെ കിടക്കും. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കാണ്. ഞാൻ ഈ ഉടമ്പടി പേപ്പർ തലേ ദിവസം ഒന്ന് പുതുക്കിയതാണ്. അപ്പം അമ്മ എന്നെ ഓർമ്മിപ്പിച്ച് ഈ മനുഷ്യനെ കൊണ്ടുപോയി ഞാൻ ഹെൽത്ത് ചെക്കപ്പ് നടത്തി വന്നപ്പോൾ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ മനുഷ്യനെ അവിടെ കിടത്തിയിട്ട് എൻ്റെ ഉടമ്പടി പത്രം കൊടുക്കാൻ പോയി. 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു റോട്ടിൽ കൂടെ നടന്ന് ഇത് കൊടുത്ത് തിരിച്ചു പോകുന്നു. അതൊരു വലിയ ഹരമാണ് എനിക്ക്. ഒത്തിരി മക്കൾ അതിലൂടെ രക്ഷപ്പെടുന്നുണ്ട്. ഒത്തിരി മക്കൾ അതിലൂടെ ദൈവസ്നേഹം അറിയുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ കാരുണ്യപ്രവർത്തനത്തിന് പോകുന്നത് ഒരു അസീസി ഭവൻ, കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അവിടെയുള്ള മക്കൾ മാനസികമായും ശാരീരികമായും വൈകല്യം അനുഭവിക്കുന്ന വൃദ്ധരായ ആൾക്കാരും ചെറുപ്പക്കാരും ഉണ്ട്. അവർക്ക് മാനസികമായും വൈകല്യമുണ്ട്. അവരെ ശുശ്രൂഷിക്കാൻ ഞാൻ എല്ലാ ആഴ്ചയിലും പോകും. അവരെ ഡയപ്പറൊക്കെ കെട്ടിയാണ് നമ്മൾ കിടത്തണത്. പിറ്റേ ദിവസം പോയി അവരെ കുളിപ്പിക്കും. അവരെല്ലാ വൃത്തികേടുകളായിട്ടായിരിക്കും കിടക്കണം. എന്നാലും അവരെല്ലാം കുളിപ്പിച്ച് അവരുടെ ആ ഒരു ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനുഭവം, ഇത്രയും നാൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു അനുഭൂതിയാണ്. ചില സമയത്ത് എനിക്ക് സങ്കടം വരാറുണ്ട്, ഈശോയുടെ ഒരവസ്ഥ എന്നെനിക്ക് തോന്നാറുണ്ട്. ആരും നോക്കാതെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവരാണ് അവർ. അതുപോലെ അവിടെ ഉള്ള സിസ്റ്റേഴ്സ് അവർക്ക് പണം ലഭിക്കാൻ ഒരു മാർഗമില്ലാത്തവരാണ്. വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളെപ്പോലെയുള്ള മക്കൾ ദശാംശവും നമ്മുടെ ശരീരം കൊണ്ടുള്ള അധ്വാനവും ഒക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തും സഹായിക്കാറുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ആളായി തീർന്നേക്കാണ് ഇപ്പോൾ. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ വരും. എൻ്റെ മോനുണ്ടായിരുന്നപ്പോൾ അവനും വരും. ഞങ്ങൾ കുടുംബത്തോടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പിന്നെ പഠിക്കാൻ കഴിവില്ലാത്ത 2 മക്കളെ ഞാൻ പഠനത്തിൻ്റെ ഫീസ് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. 3-4 പേർക്ക് മാസം മരുന്ന് വാങ്ങാൻ വിധവകളായവരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒറ്റ കൈ കൊണ്ടുള്ള പൈസയല്ല, ഞാൻ ആൾക്കാരോടൊക്കെ ചോദിച്ച് നല്ല മനസ്സുള്ളവരെ സഹായിക്കും. അങ്ങനെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവൃത്തികൾ. ഇനി എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതവും ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ പറഞ്ഞ് ക്ലാസ്സിൽ യോഹന്നാൻ 15:16 ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അത് ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കുന്നതിനും വേണ്ടിയാണെന്ന് പറഞ്ഞതോടുകൂടി എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. എൻ്റെ ജീവിത അവസാനം വരെ ഇത് ഉത്തരവാദിത്തപ്പെടുത്തിയേക്കണമെന്നുള്ള ബോധ്യം കൂടി എനിക്ക് ലഭിച്ചു. ഈ ആൾത്താരയിൽ കയറി നിന്ന് എനിക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പിതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും എന്നെ ഒരു പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് നന്ദി പറയുന്നു. എൻ്റെ പേര് റാണി ജോയി. ഞാൻ കോട്ടയം ജില്ലയിലെ ഇരുവിമംഗലം എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ജൂൺ 13 ഞാൻ സൗദി അറേബ്യയിൽ 7 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ എനിക്ക് OET കിട്ടിയത് കൊണ്ട് ഞാൻ ജോലി നിർത്തി പോന്നു. അപ്പോൾ ഞാൻ UK, അയർലൻഡ് എന്നീ രാജ്യങ്ങൾ നോക്കിയായിരുന്നു. പക്ഷേ ആ സമയത്ത് എല്ലാം നേഴ്സുമാർക്ക് വേക്കൻസിയിലെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അയർലൻഡ് ഞാൻ ആദ്യം എൻ്റെ ചേച്ചിമാരൊക്കെ അവിടെയുണ്ട്, എനിക്ക് അയർലൻഡായിരുന്നു ഞാൻ പ്രിഫർ ചെയ്ത്. അപ്പോൾ അവിടെ
DL കിട്ടാൻ ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. എനിക്ക് UK ഒരു ഇൻ്റർവ്യൂ കിട്ടി, അത് അബുദാബിയിലായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ അബുദാബിയിൽ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് പാസ്സാകുവാൻ സാധിച്ചു. ആദ്യമൊക്കെ പ്രോസസ്സിങ് ഫാസ്റ്റായിരുന്നു, പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ വന്നിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കൊക്കെ ഓഫർ ലെറ്റർ വന്നു. അവരൊക്കെ നവംബർ 2025 ഫെബ്രുവരിയൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ എനിക്ക് ഗ്യാപ്പ് ആയതുകൊണ്ട് ഞാൻ 6 മന്ത് ഗ്യാപ്പ് ആയതുകൊണ്ട് ഞാൻ മുംബൈയിൽ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞാൻ ഉടമ്പടി പത്രമൊക്കെ ഹിന്ദി പത്രങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ഞാൻ ട്രെയിനിൽ വെച്ച് പത്രമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാൻ പണ്ട് വർക്ക് ചെയ്ത മുംബൈയിലെ ഹോസ്പിറ്റലുകളിൽ പോയി ഒന്ന് ചോദിക്കാം എനിക്ക് DLന് ഡോക്യുമെൻറ്റ്സ് കിട്ടുമെന്ന്. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ യാതൊരു മുൻവിധികളുമില്ലാതെ ഞാൻ അവിടെ പ്രതീക്ഷിക്കാതെ ഞാൻ പോയി. 2 ഹോസ്പിറ്റലുണ്ട്, പൂനെയിലും മുംബൈയിലും പോയി. അവിടെയൊക്കെ സംസാരിച്ചു. എങ്കിലും ആദ്യമൊക്കെ കുറച്ച് ഡിലേ ആയിരുന്നു. എങ്കിലും എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടി. എനിക്ക് DL 2025 ഫെബ്രുവരി 12 കിട്ടി. പക്ഷേ ഞാൻ കുറച്ച് ഫാമിലിയിൽ പ്രോബ്ലംസൊക്കെ ആയതുകൊണ്ട് ഞാൻ മാർച്ച് 20 ഞാൻ തിരികെ പോന്നു. എനിക്ക് 3 മാസമേ ജോലി ചെയ്യാൻ സാധിച്ചുള്ളൂ. പിന്നീട് അതിനു മുമ്പ് ഞാൻ ഉടമ്പടി ഒരു പ്രാവശ്യം പുതുക്കിയിട്ടാണ് ഞാൻ മുംബൈക്ക് പോയത്. പിന്നീട് ഞാൻ മെയ് മാസത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി. ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ എനിക്ക് ഞാൻ ഒരു ഉടമ്പടി ധ്യാനത്ത് മെയ് 6 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ OET ഡിസംബർ 16 എക്സ്പയർ ആകും, എനിക്ക് UK പോകാൻ സാധിക്കത്തില്ല, അയർലൻഡിലും പോകാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്തുവാണോ പ്രാർത്ഥിക്കുന്നത്, ഡിസംബർ കഴിഞ്ഞ് പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാനത് എനിക്ക് വേണ്ടിയാണെന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ മെയ് ലാസ്റ്റായപ്പോൾ എൻ്റെ സിസ്റ്ററിനോ എന്നോട് പറഞ്ഞു, നമുക്ക് OSCE UK വന്ന് എഴുതാം, അപ്പോൾ OET തീർന്നു പോയാലും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ OSCEക്ക് വേണ്ടിയുള്ള പ്രോസസ്സിങ് വിസയൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ ജൂലൈ ലാസ്റ്റ് എനിക്ക് വിസ റെഡിയായി ഞാൻ UK പോയി. അങ്ങനെ ഞാൻ അതിനു മുമ്പ് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടിട്ട് പ്രാർത്ഥിച്ചിരുന്നു, കയ്യൊപ്പ് ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ചിരുന്നു. പിന്നീട് ഞാൻ OSCE എഴുതി പാസ്സായി. അപ്പോൾ പറഞ്ഞു എനിക്ക് BIVS വിസയായിരുന്നു. അപ്പോൾ പറഞ്ഞു UK അയർലൻഡിൽ പോകാം, പക്ഷേ എക്സാം എഴുതാൻ പറ്റുമോ എന്ന് ആർക്കും അറിയത്തില്ല. പലരോടും അന്വേഷിച്ചു, കൺഫേം ആയില്ല. പക്ഷേ എൻ്റെ ചേച്ചി അയർലൻഡിലുണ്ടായിരുന്നു. അവൾ എന്തും വരട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് ഡേറ്റ് എടുത്തു. പക്ഷേ പോയെങ്കിലും അവിടെ എക്സാം എഴുതാനൊന്നും പറഞ്ഞില്ല. എങ്കിലും പാടായിരുന്നു എക്സാം എഴുതാൻ. അങ്ങനെ ഞാൻ നവംബർ 22, 23 എനിക്ക് ഡേറ്റ് കിട്ടി. ഞാൻ 2 ആഴ്ചത്തെ പഠിച്ചുള്ളൂ. അങ്ങനെ ഞാൻ ഡിസംബർ 22 തിയറി എക്സാമിന് പോയപ്പോൾ അവർ വിസ ചെക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ഇത് ഫസ്റ്റ് ടൈമാണല്ലോ ഇങ്ങനത്തെ വിസ വരുന്നത് എന്ന് പറഞ്ഞ് എൻ്റെ ഫയലിൽ ക്രോസ് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചു, ദൈവമേ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് അങ്കിളുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് എക്സാം റിസൾട്ട് വന്നു. ഞാൻ തിയറി എക്സാം പാസ്സായി. പിന്നെ 23 എനിക്ക് പ്രാക്ടിക്കൽ 1-2 സ്റ്റേഷൻസ് പാടായിരുന്നു. എങ്കിലും എനിക്ക് 24 തന്നെ റിസൾട്ട് വന്നു. ആദ്യത്തെ ചാൻസിൽ എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അങ്ങനെ ഡിസംബർ 16 മുമ്പ് എനിക്ക് UK ആൻഡ് അയർലൻഡ് രജിസ്ട്രേഷൻ കിട്ടി. പിന്നീട് എനിക്ക് അയർലൻഡിൽ തന്നെ അതായിരുന്നു ഞാൻ ആദ്യം പണ്ട് വെച്ച നിയോഗം. എനിക്ക് അയർലൻഡിലായിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ അവിടെ നേഴ്സിംഗ് ഹോമിൽ ഇൻ്റർവ്യൂ വന്നു. എനിക്ക് വിസ കിട്ടി. ഞാൻ ഈ മാർച്ച് 10 പോവുകയാണ്. അപ്പോൾ എനിക്ക് പ്രത്യേകതയായിട്ട് തോന്നിയത്, എൻ്റെ നേഴ്സിംഗ് ഹോമിൻ്റെ പേര് മരിയൻ ഹൗസ് എന്നാണ്. എനിക്കറിയില്ലായിരുന്നു. മരിയൻ ഹൗസ് എന്നാണ്. എൻ്റെ എംപ്ലോയറുടെ പേര് ഹോളി ഫെയ്ത്ത് കോൺവെൻറ്റ്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. അപ്പോൾ എനിക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഇടയ്ക്കൊക്കെ ഡിലേ ഒക്കെ വരുമ്പോഴും ഞാനിങ്ങനെ വചനം എഴുതി പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല, ലൂക്ക 1:37. അതുപോലെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഞാൻ ഡെയിലി ബ്രെഡിൽ എനിക്ക് ആ നിയോഗം ഞാൻ ടൈപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കതെല്ലാം സാധിച്ചിരുന്നു. പിന്നെ ഞാൻ പത്രപ്രവർത്തനം ചെയ്യുമായിരുന്നു. രോഗികളെ സന്ദർശിക്കും, അവർക്ക് എന്നെ കൊണ്ടാവുന്ന സഹായങ്ങൾ പൈസ സഹായിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന മാമ മാതാവിന് കൃപാസന അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും നന്ദി പറയാനാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് വന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയായിരുന്നു. എൻ്റെ പേര് കൃഷ്ണകുമാരിയാണ്. തിരുവനന്തപുരം ജില്ല ആരനാട് എന്നൊരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് 2 മക്കളും 4 ചെറുമക്കളുണ്ട്. എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. ഞാനിവിടെ കൃപാസനം എന്ന് എനിക്കറിയില്ലായിരുന്നു. പലരും കൃപാസനത്തിൽ വരും.
വന്നിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പത്രങ്ങൾ പലർക്കും കൊടുക്കും. അവിടെ ഞങ്ങളുടെ നടയിൽ ഒരു കുരിശടിയിൽ കൊണ്ടുവയ്ക്കും. കൃപാസനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്ഥലമാണ്. എന്ത് വിചാരിച്ചാലും നടത്തിത്തരും, എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് പറയുന്നവർ പലരും പറയുന്നത് ഞാൻ കേട്ട്. എന്നാൽ എനിക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, കൃപാസനത്തിൽ പോകണം. ആലപ്പുഴയിൽ എങ്ങനെ പോവും എനിക്കറിയില്ല, അതിനുള്ള നിവൃത്തിയില്ല. ഞങ്ങൾ വലിയ കടബാധ്യതയിലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് എൻ്റെ വീട്ടിൽ ഇപ്പോഴുള്ളത്. 2 മക്കളും 2 ഭവനങ്ങളിലാണ്. ഭർത്താവിന് വളരെ കടമാണ്. ഞങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ രോഗങ്ങളുണ്ട്. അങ്ങനെ എങ്ങനെ വരും, ഒരു ദിവസം പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് ഒരു ദിവസം എനിക്ക് ബാങ്കിൽ എനിക്കൊരു ചിട്ടിയുണ്ട്. ആ ചിട്ടി അടച്ചിട്ട് വന്നപ്പോൾ എനിക്ക് ഒരു കൈയെടുത്ത് പൊക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ച് വേദന എന്തെന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്ന് കയറി ശരീരം മൊത്തം വേദന, പനി പോലെയും ദേഹം വിറയ്ക്കുന്നത് പോലെ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരു വലിയ മുഴ കണ്ട്. എന്തെന്ന് ഞാൻ ആ പാടെ തകർന്നു പോയി. ഇതെന്താണ്, ക്യാൻസറാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീട്ടിൽ ഞാൻ മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ഉടനെ ഞാൻ ഫോണെടുത്ത് മോളെ വിളിച്ച്, ഭക്ഷണം പോലും കഴിക്കുന്നില്ല, എനിക്കിങ്ങനെ നെഞ്ചിലൊരു മുഴ മക്കളെ, എന്തെന്ന് എനിക്കറിയില്ല, എൻ്റെ ശരീരമൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അവൾ പറഞ്ഞു, അമ്മ ഇതെന്ന് ഇന്ന് കണ്ടതാണ്, എനിക്ക് ഇന്നാണ് ഇത് വേദന തോന്നിയത്. ശരിക്കും 5-6 ദിവസം കൊണ്ട് എനിക്ക് വയ്യ, ഇന്ന് എനിക്ക് ശരിക്കും വേദന തോന്നണ്. ആശുപത്രി പോകുമ്പോൾ കാരക്കുണത്തെന്ന് ചോദിച്ച്, ഇന്ന് വൈകുന്നേരമായില്ലേ, ഞാൻ പറഞ്ഞില്ല മക്കളെ, നാളെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ്. പിറ്റേന്ന് എൻ്റെ ഭർത്താവും വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാനും എൻ്റെ മകളെ ഭർത്താവും അവൾക്ക് 2 പെൺമക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് നേരെ കാരക്കുണ ആശുപത്രി പോയി. അവിടെ പോയി കണ്ണീരൊഴുകി ഞാൻ കണ്ണീരോടെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോണ. എൻ്റെ കൃപാസന അമ്മയെ എനിക്കറിയില്ല, അവിടെ ഏത് പള്ളിയാണ്, കൃപാസനത്തെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ ഒരു അവയവം നഷ്ടപ്പെട്ട എന്നെ അന്വേഷിക്കാൻ ആരുമില്ല, ഞാൻ തകർന്നു പോവും. അത് വരുന്ന ആ അസുഖമാണെങ്കിൽ ഞാൻ മരിക്കണതാണ് നല്ലത്. ഞാൻ ആരോടെ പോയി ഒതുങ്ങും, ആരെന്നെ അന്വേഷിച്ചെടുക്കും എന്ന് എനിക്കറിയില്ല. ആശുപത്രി പോയി ഡോക്ടർ എന്നെ വിളിച്ച് റൂമിൽ കയറ്റി. ഒരു നേഴ്സും കൂടെ വന്ന് അവർ നോക്കിയപ്പം ചോദിച്ച്, ഇതെപ്പോഴാണ് അമ്മയെ കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നലെയാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇത് ഇന്നലെ അല്ലല്ലോ, ഇത് ശരിക്കും ദിവസമായ കേസാണല്ലോ, ഇന്നലെ കണ്ടതാണ്, ഞാൻ ഇന്നലെയാണ് ശ്രദ്ധിച്ചത്. ഇന്നലെ ബാങ്കിൽ പോവേണ്ട ആവശ്യമുണ്ടായിരുന്നു, പോയിട്ട് വന്നപ്പോൾ എനിക്ക് ശരീരം വേദന. അങ്ങനെ നോക്കി വലിയൊരു മുഴ കണ്ട് മാളെ വിളിച്ച് അങ്ങനെയാണ് ഇന്ന് വന്നത്. അയ്യോ അത് സ്കാനിങ് എടുക്കണമ്മ എന്ന് പറഞ്ഞ്. ആരുണ്ട്, മകളുണ്ട്, മകളെ ഭർത്താവുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഉടനെ വേറെ എന്തൊക്കെ അസുഖമുണ്ട്, എനിക്ക് തൈറോയ്ഡ്, 10 വർഷം കൊണ്ട് ഞാൻ തൈറോയ്ഡിന് ഗുളിക കഴിക്കണ്. ഞാൻ ഒന്നും അതിൽ ചെക്കപ്പ് ചെയ്തിട്ടില്ല. എനിക്ക് കാല് വേദന വന്ന് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എനിക്ക് തൈറോയ്ഡ്. ഞാൻ സ്വന്തമായിട്ട് ഡോക്ടറെ കാണിച്ച് 10 വർഷം കൊണ്ട് 100 ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് സ്കാനിങ് എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൂടെ ആയപ്പോഴേ ഈ ഡോക്ടർ എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞ്. അവർ ഉടനെ പറഞ്ഞ് സ്കാനിങ് എടുക്കണം, തൊണ്ടയ്ക്കും എടുക്കണം, നെഞ്ചിൽ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞ് ഉടനെ എന്നെ റൂമിൽ കയറ്റി. ഞാൻ റൂമിൽ എന്നെ കൊണ്ടുവന്ന് ഡ്രസ്സ് മാറ്റിയപ്പോൾ എൻ്റെ നെഞ്ചിനകത്തെല്ലാം കൃപാസനം വേറെ വിളിയായിരുന്നു. ഞാൻ പൊട്ടി കണ്ണീരൊഴുകി കരഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്ന കൊച്ചു പെമ്പിളൊരു നേഴ്സ് പറയണ്, അമ്മയെ പേടിക്കണ്ട, പലർക്കും ഇങ്ങനെ വന്ന് പല കേസായിട്ട് ഇങ്ങനെ വരും, അതിന്നെ അസുഖമായിരിക്കാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഒരിക്കലും പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞ്. എൻ്റെ മകൻ്റെ പ്രായമുള്ള ആ മക്കൾ പറയും, ഡോക്ടർമാർ പറയുന്നു, അമ്മ പേടിക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചെന്നെ കയറ്റിയവർ സ്കാനിങ് എടുത്തതും എൻ്റെ കയ്യിൽ ജവമാല പിടിച്ചും കൊണ്ടുള്ള കണ്ണീരൊഴികളെ പ്രാർത്ഥനയായിരുന്നു. എനിക്ക് ക്യാൻസർ ആവല്ലേ, എൻ്റെ കൃപാസനമ്മേ, എന്നെ അന്വേഷിക്കാൻ ആളില്ല, ഞാനും എൻ്റെ ഭർത്താവും കടക്കാറാണ്, എൻ്റെ വസ്തു ജപ്തി കിടക്കണ്, ഒരു നിവൃത്തിയില്ല, എൻ്റെ മകൾക്കും അങ്ങനെയുള്ള ഒരു ജോലിയില്ല, ഞങ്ങളെ അന്വേഷിച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഈ ക്യാൻസർ എന്നുള്ള രോഗം എനിക്കായിരിക്കല്ലേ, എനിക്കത് വേറെ എന്തെങ്കിലുമായി എനിക്കത് മാറണേ എന്ന് പ്രാർത്ഥിച്ച് അവരെന്നെ വിളിച്ച് അവർ സ്കാനിങ് എടുത്ത് ആ റിസൾട്ട് കൊണ്ട് കാണിച്ചപ്പം ഞാൻ കണ്ട ഡോക്ടർ, സർജറി ഡോക്ടർ, അവർക്ക് അപ്പോഴും പോയി. അവർ ഉച്ചയ്ക്ക് ശേഷം ഇല്ലായിരുന്നു. വേറെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് 3ാമത്തെ സ്റ്റേജായിപ്പോയി, അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം, ക്യാൻസർ ആവാനാണ് ചാൻസ് എന്ന് ആ ഡോക്ടർ പറഞ്ഞ്. ആ നിമിഷം ഞാനും എൻ്റെ മകളും തകർന്നു പോയി. അപ്പോഴെൻ്റെ മകളും ഞാനും കൂടെ പുറത്ത് ഉറങ്ങിയെന്ന്. ഞാൻ വിളിക്കണ എല്ലാം കൃപാസന മാതാവ്, എനിക്കറിയില്ല കൃപാസന എവിടെയെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ജവമാലയും പിടിച്ചും കൊണ്ട് ഞാൻ കണ്ണീരൊഴുകി പിടിക്കുന്നു. 15 വർഷം കൊണ്ട് ഞാൻ ഒരു കുരിശടി കഴിവെടുക്കുകയും വിളക്ക് എത്തിക്കുകയും ലൈറ്റ് ഇടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ കൈവിടൽ കൃപാസന അമ്മ മാതാവേ എന്നുള്ള വിട്ടുവിളിയാർന്ന്. ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തിരിക്കാൻ ഞാനും എൻ്റെ മകളും. പക്ഷേ എനിക്ക് ക്യാൻസർ ആയിരിക്കല്ലേ, എനിക്ക് വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് ക്യാൻസർ എന്നുള്ള രോഗം വരില്ലേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ആ
അവർ ആ ഡോക്ടറെ കാണിച്ച് ഉടനെ മാളെ വിളിച്ച് പറഞ്ഞു ബയോപ്സി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ, പൈസ ഉണ്ടോയെന്ന് ചോദിച്ച്. മാൾ പറഞ്ഞു അത് ഇപ്പോൾ തന്നെ ചെയ്യണം, അതുകൂടെ ഞങ്ങൾക്ക് അറിയണം ഡോക്ടറെ എന്ന് പറഞ്ഞ്. ഉടനെ അത് കൊണ്ട് കയറിയപ്പോഴും ആ ഡോക്ടറിൻ്റെ നെഞ്ചിൽ സൃജി കൊണ്ട് വെച്ചപ്പോൾ എൻ്റെ നെഞ്ചിനകത്ത് കണ്ണീര് 2 സൈഡിലൂടെയും കണ്ണീരിൽ നിന്ന് രക്തം ഒഴുകണ്. അപ്പോഴാ ഡോക്ടർ പറയുന്നത് പേടിക്കണ്ട, ഇത് പലർക്കും ഇങ്ങനെ വരുന്നതാണ്, അതെന്താണെന്ന് പേടിക്കണ്ട, ക്യാൻസർ ആവാൻ അങ്ങനെ ഒരു ഇതല്ല, അമ്മ ധൈര്യമായിട്ടിരിക്കുന്നതാണ് അവരും എനിക്ക് ധൈര്യം തരണത്. എന്നാലും ഞാൻ എൻ്റെ കയ്യിൽ ജവമാലയും പിടിച്ചും കൊണ്ട് ഒറ്റ വിളിയും വിളിച്ച് എൻ്റെ കണ്ണിൽ നിന്ന് രക്തം ചിന്തിക്കൊണ്ടിരുന്നു. അവർ കുത്തി ടെസ്റ്റ് ചെയ്ത് ഉടനെ അവർ പിറ്റേ വ്യാഴാഴ്ച, ഒരു വ്യാഴാഴ്ചയാണ് ഞങ്ങളവിടെ പോണത്, പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നവർ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ആഹാരം കഴിക്കില്ല, കുളിക്കില്ല, നനയ്ക്കില്ല, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, ഒരേ കിടപ്പായിരുന്നു. എൻ്റെ ശരീരത്തിൽ തീരെ അങ്ങ് ഞാൻ ഒരു രോഗിയായ അവസ്ഥയായി. പുറത്തിറങ്ങാൻ എനിക്കൊരു മടിയായിരുന്നു. ആരും എന്നെ ശ്രദ്ധിക്കുമെന്നുള്ള പേടിയിൽ ഞാൻ എൻ്റെ വീട് വിട്ടിറങ്ങിയില്ല. എൻ്റെ ഭർത്താവിനോടെയും മകളുടെയും പറഞ്ഞ് മക്കളെ ഇത് ആരുടെയും പറയല്ലേ, എന്നെ ഒരു ക്യാൻസർ രോഗിയായിട്ട് ആരും കാണല്ലേ, ആരുടെയും ഈ സംഭവം പറയല്ലേ, ഇതെന്താണെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് വിളിച്ച് ആ ഒരാഴ്ച ഞാൻ ജവമാലയം ചൊല്ലി കൃപാസനമ്മ മാതാവിനോട് കണ്ണീരൊഴുകി പ്രാർത്ഥിച്ച് ഞാൻ അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുക, ഞാൻ സാക്ഷ്യം പറഞ്ഞിരിക്കുക, എനിക്ക് അടുത്ത ആഴ്ചയിൽ ഇതറിയുമ്പോൾ ഇത് ക്യാൻസർ ആവില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് 3-ൻ്റെ അന്ന് അവിടെ ഒന്ന് വിളിക്കണേ കൃഷ്ണകുമാരിക്ക് എന്താണ് ഈ ബയോസ് ചെയ്യുക, എന്താണ് അസുഖം വന്നതെന്ന് എൻ്റെ മകളെ വിളിച്ച്. മകൾ പറയണ അമ്മയ്ക്ക് നെഞ്ചിലൊരു മുഴയായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ മകളോട് ചോദിക്കുന്നത് എന്ത് മക്കളെ എനിക്ക് ക്യാൻസറാണ്, ഇല്ല അത് അവർ സംശയം ചോദിച്ചെന്താണെന്ന് പറഞ്ഞ്. പിറ്റേ വ്യാഴാഴ്ച ആ റിസൾട്ടിന് ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എന്നെ റൂമിൽ വിളിച്ച്, അന്ന് എൻ്റെ ഭർത്താവും കൂടെ വരെയാണ്, അവിടെ പോയി വിളിച്ച് അവർ ചോദിച്ച് അമ്മയ്ക്ക് എന്തായാലും ക്യാൻസർ അല്ല, ഇതൊരു ഇൻഫെക്ഷനിലാണ് വന്നത്, പേടിക്കാനില്ല അമ്മ, വൈറ്റമിൻ്റെ ഗുളിക കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ ഭർത്താവും ഞാനും നെറ്റിയിൽ കുരിശ് വരച്ച് കൃപാസനമ്മയെ കോടാനക്കോടി നന്ദി, എൻ്റെ അമ്മ ചെയ്ത അത്ഭുതത്തിനും അടയാളത്തിനും എനിക്ക് കോടാനക്കോടി നന്ദി. ഞാൻ യെശയ്യാ പ്രവാചക അധ്യായത്തിൽ ഞാൻ 45-ാം അധ്യായം 2-ാം വചനത്തിൽ ഞാൻ വായിക്കും എന്ന് നിരന്തരം എടുത്ത് എനിക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലാൽ തകർക്ക ഇരുമ്പോഴിലൊടുക്കുകയും ചെയ്യുന്ന വചനത്തിൽ കൂടെ ഞാൻ ആ വചനം പ്രാബല്യത്തിലെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വസ്തു അതെനിക്കൊരു നിയോഗമായിരുന്നു, എൻ്റെ ഈ രോഗം മാറിക്കിട്ടിയേന്. എൻ്റെ കൃപാസനമ്മയ്ക്ക് ഞാൻ വന്ന് 2025 ജനുവരി മാസം 11-ാം തീയതി വന്ന് ഞാൻ ഫസ്റ്റ് ഉടമ്പടി എടുക്കണ്. ഞാനും എൻ്റെ മകളും കുഞ്ഞുങ്ങളും വന്ന് അവളും ഞാനോട്ടൊന്ന് ഉടമ്പടി എടുക്കണ്. ആ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ 6 നിയോഗങ്ങൾ വയ്ക്കുന്നു. ഒന്ന്, എൻ്റെ വസ്തു 10 വർഷക്കാലമാവണം, ഞങ്ങൾ ലോൺ എടുത്തിട്ട് 8 ലക്ഷം എടുത്തോളൂ, 1.5 ലക്ഷം രൂപ അടച്ച് ഞങ്ങൾക്ക് അടയ്ക്കാൻ പിന്നെ നിവർത്തിയില്ല, ആ വസ്തു വിഴുന്നു പോയി. അവർ നിത്യവും വന്ന് ഞങ്ങളെ വീട്ടുകാരെ വന്ന് ഭീഷണിയാക്കുകയും ഞങ്ങളെ ബാങ്കുകാർ വന്ന് ജപ്തി ഒട്ടിക്കുകയും എന്നെ അനാവശ്യമായി പറഞ്ഞ് സംസാരിച്ചിട്ടേ പോവുകയും ചെയ്യും. വീട്ടിൽ ഞാൻ തൊഴിലുറപ്പിന് പോകാത്ത സമയം കഥ പടച്ചിട്ടിരിക്കണം, ഞാൻ എൻ്റെ കഴുത്തിലൊരു നൂല് മാല കിടക്കും. ബാങ്കുകാർ തന്നെ നോക്കിയിട്ട് ഈ മാല ഞാൻ എൻ്റെ സ്ലാപ്പിൻ്റെ അടിയിൽ എറിഞ്ഞിട്ടാണ് ഞാൻ ഓടുന്നത്. എന്തെന്ന് ചോദിച്ചും അവർ പറയും നിങ്ങളിവിടെ നിറങ്ങേണ്ടി വരും, നിങ്ങളെ വസ്തു ഞങ്ങൾ ലേലത്തിൽ കൊടുക്കുകയാണ്, ആ ഞങ്ങളത് ലേല നോട്ടീസ് ഒട്ടിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നിങ്ങൾ വസ്തു ക്ലോസ് ആക്കണം. ഞങ്ങൾക്കൊരു ചിട്ടിയുണ്ട്, ഈ വസ്തു വീഴുന്നപ്പം ഞങ്ങൾ KSFിൽ ഒരു ചിട്ടി കെട്ടി, ആ ചിട്ടി കെട്ടി 6 മാസമാകുമ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ആ ചിട്ടി ഞങ്ങൾക്ക് എൻ്റെ പേരിനാണ് കെട്ടിയത്. ആ ചിട്ടി 15 ലക്ഷം രൂപ ഞങ്ങൾക്ക് ചിട്ടി വീണ്. എന്നാൽ വീഴുന്നെങ്കിലും ആ ചിട്ടി ഞങ്ങൾക്ക് തിരിച്ച് വാങ്ങിക്കാൻ ഒരു നിവൃത്തിയില്ല, അതിനുള്ള പൊറുപ്പ് കൊടുക്കണം, സഹായിക്കാൻ ആരുമില്ല. മകൻ ഒരു വിവാഹം കഴിഞ്ഞ മകൻ്റെ ഭാര്യ എനിക്ക് വസ്തു തന്നിട്ട് അവൾക്ക് മനസ്സോടെ അവൾ തന്നില്ല. ഈ വസ്തുവും പോവും ആ വസ്തുവും പോകും എന്നുള്ള ഇതിൽ അവർക്ക് മനസ്സില്ല, അവളും തന്നില്ല. തിരിച്ചങ്ങനെ ഞാനും എൻ്റെ ഭർത്താവ് ഒറ്റപ്പെട്ട ഒരു ജീവിതമായി എൻ്റെ വീട്ടിൽ. ബാങ്കുകാർ വന്ന് ഓരോ ദിവസം ഞങ്ങളെ ഈ രോഗത്തിൽ ഞങ്ങൾ ഓരോരോ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വന്ന് ഞങ്ങളെ വീട്ടിൽ വന്ന് കതവ് താളുകയും കതവിലിടിക്കുകയും നോട്ടീസ് ഒട്ടിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. ഞങ്ങൾ ഈ പള്ളിക്കാർക്ക് വിൽക്കും വസ്തു, ലേലം ഒട്ടിക്കും, നിങ്ങൾ ഇന്ന് ഇറങ്ങിയേ പറ്റൂ, നിങ്ങളെന്തുകൊണ്ട് നിങ്ങളെ റോഡും കരയിലെ വസ്തു എന്ത് 5 സെൻറ്റ്, പക്ഷേ ഞങ്ങളെ വസ്തു ആരും എടുക്കണില്ല. ഞങ്ങളെങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കുറേ പേർക്ക് ആഗ്രഹമാണ് ലേലത്തിൽ പോകാൻ വേണ്ടി. എന്നാൽ എൻ്റെ കൃപാസനമ്മ മാതാവ് എന്നെ അതിലും വിട്ടില്ല. എനിക്ക് അതിലും ദൈവം എന്നെ എനിക്ക് അനുവദിച്ച് എനിക്ക് അനുവാദം തന്നു. എൻ്റെ മാതാവേ കൃപാസനമ്മയെ ഞാൻ 6 നിയോഗം ഫസ്റ്റ് ഉടമ്പടിയിൽ ഞാൻ വെച്ച്. ഒന്ന് എൻ്റെ വസ്തുവിൻ്റെ നിയോഗമായിരുന്നു. അടുത്ത ഉടമ്പടിയിൽ വരുമ്പോൾ എൻ്റെ വസ്തു എനിക്ക് ലേലത്തിൽ നിന്ന് ഒഴിവാക്കി എനിക്ക് തന്നേ പറ്റൂ. എൻ്റെ ഈ ചിട്ടിയിൽ നിന്നും
പൈസ എടുത്ത് എനിക്ക് മറിക്കേണ്ട വഴി എനിക്ക് വാതിൽ തുറന്നേനും കൃപാസനമേ എന്ന് വിളിച്ച്. അങ്ങനെ ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ ബാങ്കുകാരടുത്ത് പോയി. എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പ് ഉണ്ടായിരുന്നു, ഉടമ്പടി തൈലം ഉണ്ടായിരുന്നു. ആ സെക്രട്ടറി ഒരു കാരണവശാലും ഒതുങ്ങണില്ല, 17 ലക്ഷം രൂപയ്ക്ക് ആ സ്ത്രീക്ക് വേണം എന്ന് ആ പ്രസിഡന്റ് എൻ്റെ കരച്ചിലുണ്ട്. അവരങ്ങനെ ഞാൻ എൻ്റെ ഈ അവസ്ഥകളെല്ലാം പറഞ്ഞപ്പോൾ അങ്ങേർക്ക് ചെറിയൊരു മനസ്സുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഉടമ്പടി ഉപ്പ് അങ്ങേരറിയാതെ ഒരു നുള്ളെടുത്ത് ആ കസേരയുടെ അടിയിൽ തൂറ്റിയിട്ട് ഞങ്ങൾ പറഞ്ഞ് 12 ലക്ഷം രൂപ ഇല്ല, 12 ലക്ഷം രൂപയ്ക്കാണെങ്കിൽ നിങ്ങൾ ഒതുക്കിയെടുക്കാം. എന്നാൽ ഞങ്ങൾ ഒരു വഴിയും കണ്ടില്ല, ഇതെങ്ങനെ മറിക്കും എന്ന് ഞങ്ങൾക്കറിയില്ല. ചിട്ടി ഞങ്ങൾക്ക് ബാങ്കിൽ വീഴുന്ന് കിടക്കുകയാണ്, പക്ഷേ ഇതിന് പൊറുപ്പ് കൊടുക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങേര് പറഞ്ഞില്ല 12 ഒതുങ്ങില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഉപ്പും തൂറ്റിയിട്ട് പ്രതീക്ഷ ഉറപ്പുണ്ട് എൻ്റെ കൃപാസനം എന്നെ കൈവിടില്ല എന്ന്. ഞാൻ വീട്ടിൽ വന്ന് 3-ൻ്റെ അന്ന് അവർ വിളിക്കണ്, നിങ്ങൾ ബാങ്ക് വരെ വരണമെന്ന് പറഞ്ഞു. ജോണേ, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോൺ എന്നാണ്. ജോണേ ബാങ്ക് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും വീണ്ടും പോയപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് 14 ലക്ഷം ഇല്ല, ഞങ്ങൾക്ക് പറ്റില്ല, 12 അതും ഞങ്ങൾ ഇതുവരെയും പൈസ കണ്ടില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ മകളെ ഭർത്താവ് ഒരു മദ്യപാനിയല്ല, ഒരു പുകവലിയല്ല, ഒരു കൂട്ടുകെട്ടില്ല. എനിക്ക് ദൈവം അറിഞ്ഞ എൻ്റെ മകനെക്കാലം തന്നതാണ് എൻ്റെ ഒരു മകന്. എനിക്ക് ദൈവം നല്ല മനസ്സോടെ എനിക്ക് എളിമയോടെ ഒരു മകനെ തന്ന്. ആ മകൻ പറഞ്ഞ് അവളെ കഴുത്തി കിടക്കണ ഉരുപ്പടി എല്ലാം കുഞ്ഞുങ്ങളുടെ എല്ലാം കൂടെ പണയം വെച്ച് ആ വസ്തുവിൻ്റെ ലോൺ തീർക്കുക. ഇനിയിപ്പോൾ അമ്മയും പപ്പയും കൂടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥ, വയസ്സുകാലത്ത് എവിടെ പോകും, പറ്റില്ല എന്ന് പറഞ്ഞ് ആ 12 ലക്ഷം അവളെ സ്വർണവും കൊണ്ട് വെച്ച് ഈ ബാങ്കിൽ നിന്ന് ബാക്കി പൈസ 9 ലക്ഷം രൂപ KSF നിന്ന് നിങ്ങൾ പിൻവലിക്കുന്നത്. അത് മറിച്ച് അവിടെ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ ഒരിക്കലും ഒതുങ്ങില്ല. അങ്ങേര് പറയണ ഞങ്ങൾ ഒരാഴ്ച കഴിയട്ട് ഞങ്ങളിതിലൊരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴെൻ്റെ മകൾ പറഞ്ഞു അതെങ്ങനെ പറ്റും, ഞാൻ എൻ്റെ അമ്മയും പപ്പയ്ക്കും സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളെ ചതിക്കുന്നത്. എൻ്റെ കെട്ടുതാലി വെച്ചാണ് ഞാൻ ഈ കാശ് മറിച്ച് എൻ്റെ അമ്മയും പപ്പയും വിചാരിച്ച് കൊണ്ടുവന്നത്. ഞങ്ങളെങ്ങനെ പൊറുപ്പിൽ നിങ്ങൾക്ക് ഈ 12 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ട് തരും, പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ പൊറുപ്പ് വേണമെന്ന് പറഞ്ഞ്. എവളെ സംസാരം കണ്ട് ആ പ്രസിഡന്റ് ഈ ഉടമ്പടി ഉപ്പിൻ്റെ ശക്തിയിൽ എന്തോ അങ്ങേരെ മനസ്സലിവ് തോന്നി. അങ്ങേര് പറഞ്ഞു നിങ്ങൾ ഒരു അപേക്ഷ എഴുതി വെച്ചിട്ട് പോയി എന്ന് പറഞ്ഞ്. അവൾ ഒരു അപേക്ഷ എഴുതി 12 ലക്ഷം രൂപ ഞങ്ങളിത് അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി. അത് കഴിഞ്ഞ് ഒരാഴ്ച ആയപ്പോൾ അവിടെ നിന്ന് വിളിക്കണം നിങ്ങളെ ലോൺ ക്ലോസ് ആണെന്ന് പറഞ്ഞ്. ആ ക്ലോസാക്കി തന്ന എൻ്റെ കൃപാസനമ്മയ്ക്ക്, എൻ്റെ അമ്മേരെ പൊന്നോമന പുത്രനായ എൻ്റെ ഈശോയ്ക്കും കോടാനുകോടി നന്ദിയാണ്. നിങ്ങൾ ചിട്ടി വീഴുന്നേ, ഇപ്പം ആ ചിട്ടി ഞങ്ങൾക്ക് അടയ്ക്കാന്ന്. ചിട്ടി വീഴാൻ കാരണം എൻ്റെ കൃപാസനമ്മയുടെ മാതാവിൻ്റെ വിളിയാണ്, എൻ്റെ മാതാവിൻ്റെ. ഞങ്ങളെ നടയിലും ഒരു കുരിശടിയുണ്ട്. ഞാൻ എപ്പോഴും മാതാവിനടുത്ത് ജീവിക്കുന്നവളാണ്. ഞാൻ ഹിന്ദുവായിരുന്ന സ്ത്രീ, ഞാൻ ഒരു ക്രിസ്ത്യാനി ആയവളാണ്. ഇന്ന് എൻ്റെ മാതാവിനെ കവിഞ്ഞ് എനിക്കൊന്നുമില്ല. ഞാനിത് 4ാമത്തെ ഉടമ്പടിയാണ്. ഞാൻ 4 വ്യക്തികളെ കൊണ്ടുവന്ന് ഞങ്ങളെ ചെലവിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. 4 പേരെ കൊണ്ടുവന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. എൻ്റെ മകളിതാ 2ാമത്തെ പ്രാവശ്യമാണ്, ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ്. ഞാൻ പത്രങ്ങൾ കൊണ്ടുവന്ന് മറ്റുള്ള പലരും കൊണ്ടുവന്ന് കുരിശടി ഇടും പോലെ ഞാൻ കൊണ്ടങ്ങനെ ഇടില്ല. ഞാൻ ആശുപത്രികളിൽ റോഡുകളിൽ ഇറങ്ങി ഞാനും എൻ്റെ ഭർത്താവും കൂടെ വണ്ടിയിൽ പോയി ഞങ്ങൾ പലർക്കും എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വിതരണങ്ങൾ ചെയ്യും. പൊതിച്ചോറ് ആര് വന്ന് ചോദിച്ചാൽ എനിക്ക് എന്ത് തിരക്ക് കാര്യമായിരുന്നാലും എന്ത് ബുദ്ധിമുട്ട് ദാരിദ്ര്യത്തിലായിരുന്നാലും ഞാൻ പൊതിച്ചോറ് മുടക്കം വരുത്തില്ല. ആര് വന്ന് ചോദിച്ചാലും ഒരു പൊതിയാണ് ചോദിക്കണമെങ്കിൽ ഞാൻ അതിൽ കവിഞ്ഞും എന്നെക്കൊണ്ട് പറ്റുന്ന പൊതി ഞാൻ കൊടുക്കും. എന്നെക്കൊണ്ട് ആരെ കൊണ്ട് പറ്റുന്ന സഹായമെന്ന് ആര് ചോദിച്ചാൽ എൻ്റെ വീട്ടിലുള്ള സാധനം ഞാൻ മുടക്കം വരാതെ കൊടുക്കും. കുർബാന എൻ്റെ തൊട്ട് മുറ്റത്താണ് എനിക്ക് പള്ളി. ഞാൻ കുർബാനയ്ക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കുർബാനയ്ക്ക് പോകും. ഞാൻ ജപമാല എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസങ്ങൾ 5:30ക്കുള്ള പ്രാർത്ഥന എനിക്ക് ചിലപ്പോൾ എണീക്കാൻ പറ്റാത്ത ചില സാഹചര്യമായിരിക്കും. എന്നാൽ ആ പ്രാർത്ഥന ഞാൻ മുടക്കം വരുത്തില്ല, ബൈബിൾ മുടക്കം വരുത്തില്ല. ഞാൻ എൻ്റെ കൃപാസനമ്മയുടെ ഈ പുസ്തകം എടുത്ത് വെച്ച് വായിച്ച് ഞാൻ സങ്കല്പിച്ച് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമോ, എനിക്കത് ഇന്നും സാധിച്ചു തന്നിട്ടേ ഉള്ളൂ. ഈ നിമിഷം വരെയും എനിക്ക് ഇനിയും നിങ്ങളെല്ലാവരും കൃപാസനമേ കൈവിടാത്തവണ്ണം പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരും ഉടമ്പടി എടുക്കണവർ അതിൻ്റേതായ ഭക്തിയിൽ അതിൻ്റേതായ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ നന്മ കൊണ്ട് ജീവിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെനിക്ക് ഈ സാക്ഷ്യം ഇവിടെ പറയാൻ തന്ന കൃപയ്ക്കും എൻ്റെ വാക്കിനുമെല്ലാം എൻ്റെ കൃപാസന അമ്മയ്ക്കും